അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 1ാം പാഠം ഖിറാഅത്തുൽ ജരീദ അതിൻ്റെ 2ാമത്തെ പാർട്ട് ഇപ്പോൾ റിവിഷൻ ചെയ്യുകയാണ്. 1ാം പാർട്ട് കാണാത്തവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് കണ്ട് മനസ്സിലാക്കാം. പേജ് നമ്പർ 5-ൽ മാലി മാറൂഫിനെ കുറിച്ചും മുലാരി മാറൂഫിനെ കുറിച്ചും പറയുന്നു. അതിൻ്റെ 2ാമത്തെ പാർട്ടിൽ മാലി മജ്ഊൽ മുലാരി മജ്ഊലിനെ കുറിച്ചും പറയുന്നു. 1ാമത്തെ കള്ളിയിൽ മാലി മാറൂഫിനെ കുറിച്ച് അതിൻ്റെ ഉദാഹരണങ്ങളാണ് വിവരിക്കുന്നത്. മാലി മാറൂഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി, അതിൽ പ്രവൃത്തി ചെയ്യുന്ന ആളെ പറയുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഫീലുകളെ മാലി മാറൂഫ് എന്ന് പറയുന്നു. ഉദാഹരണം, അമറ അവൻ കൽപ്പിച്ചു. ഇവിടെ കൽപ്പിച്ചു എന്നുള്ളത് കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പ്രവൃത്തി ചെയ്ത ആളെ പറഞ്ഞു. ആരാ പ്രവൃത്തി ചെയ്തത്? അവൻ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞതും ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ പറയുന്നതുമായ ഫീലിനെയാണ് മാലിയായ ഫീല് മാലി മാറൂഫ് എന്ന് പറയുന്നത്. 1ാമത്തെ കള്ളിയിലുള്ള എല്ലാ ഉദാഹരണങ്ങളും മാലി മാറൂഫിന് ഉദാഹരണമാണ്. അമറ അവൻ കൽപ്പിച്ചു, സഅല അവൻ ചോദിച്ചു, ഖാല അവൻ പറഞ്ഞു, ഖതല അവൻ കൊന്നു, ലറബ അവൻ അടിച്ചു, കതബ അവൻ എഴുതി, അക്കല അവൻ തിന്നു, ജമഅ അവൻ ഒരുമിച്ച് കൂട്ടി, ഫതഹ അവൻ തുറന്നു, ബാഅ അവൻ വിറ്റു, മദ്ദ അവൻ നീട്ടി, മനഅ അവൻ തടഞ്ഞു. ഇനി 2ാമത്തെ കള്ളിയിൽ കൊടുത്തിരിക്കുന്നത് മുലാരി മഅറൂഫ് ആകുന്നു. മുലാരി മഅറൂഫ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിലോ ഭാവി കാലത്തിലോ അഥവാ ഇപ്പോൾ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം അതിൽ പ്രവൃത്തി ചെയ്യുന്ന ആളെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഫീലിനെയാണ് മുലാരി മഅറൂഫ് എന്ന് പറയുന്നത്. ഉദാഹരണം, യഅ്മുറു അവൻ കൽപ്പിക്കും അല്ലെങ്കിൽ അവൻ കൽപ്പിക്കുന്നു, യസ്അലു അവൻ ചോദിക്കും, യഖൂലു അവൻ പറയും, യഖ്തുലു അവൻ കൊല്ലും, യദ്രിബു അവൻ അടിക്കും, യക്തുബു അവൻ എഴുതും, യഅ്കുലു അവൻ തിന്നും, യജ്മഉ അവൻ ഒരുമിച്ച് കൂട്ടും, യഫ്തഹു അവൻ തുറക്കും, യബിഉ അവൻ വിൽക്കും, യമുദ്ദു അവൻ നീട്ടും, യംനഉ അവൻ തടയും. ഇനി 3ാമത്തെ കോളത്തിൽ മാലി മജ്ഹൂലിനെ കുറിച്ചാണ് പറയുന്നത്. മാലി മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ പ്രവൃത്തിയാണ്, അതിൽ പ്രവൃത്തി ചെയ്യുന്ന ആളെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെയുള്ള ഫീലിനെ മാലി മജ്ഹൂൽ എന്ന് പറയുന്നു. ഉദാഹരണം, ഉമിറ കൽപ്പിക്കപ്പെട്ടു. കൽപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കൽപ്പിച്ച ആളെ കുറിച്ച് പറയുന്നില്ല, കൽപ്പന സ്വീകരിച്ച ആളെ കുറിച്ചാണ് പറയുന്നത്. കൽപ്പിക്കപ്പെട്ടു. സുഇല ചോദിക്കപ്പെട്ടു, കീല പറയപ്പെട്ടു, കുത്തില കൊല്ലപ്പെട്ടു, ലുരിബ അടിക്കപ്പെട്ടു, കുത്തിബ എഴുതപ്പെട്ടു, ഉക്കില തിന്നപ്പെട്ടു, ജുമിയ ഒരുമിച്ച് കൂട്ടപ്പെട്ടു, ഫുത്തിയ തുറക്കപ്പെട്ടു, ബിഅ വിറ്റുന്നല്ല വിൽക്കപ്പെട്ടു. അതുപോലെ മുദ്ദ നീട്ടപ്പെട്ടു, മുനിഅ തടയപ്പെട്ടു. ഈ 4ാമത്തെ കള്ളിയിൽ മുലാരി മജ്ഊലിനെ കുറിച്ച് പറയുന്നു. മുലാരി മജ്ഊൽ എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിലോ ഭാവി കാലത്തിലോ നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. അവിടെ പ്രവൃത്തി ചെയ്ത ആളെ കുറിച്ച് പറയുന്നില്ല. ഉദാഹരണം, യുമറു കൽപ്പിക്കപ്പെടും, യുസ്അലു ചോദിക്കപ്പെടും, യുഖാലു പറയപ്പെടും, യുക്തുലു കൊല്ലപ്പെടും, യുളുറബു അടിക്കപ്പെടും, യുക്തുലു എഴുതപ്പെടും, യുക്കലു തിന്നപ്പെടും,
യുജ്മോ ഒരുമിച്ച് കൂട്ടപ്പെടും, യുഫ്തഹു തുറക്കപ്പെടും, യുബാവു വിൽക്കപ്പെടും, യുമദ്ദു നീട്ടപ്പെടും, യുംനു തടയപ്പെടും. ഇനി അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ പറയുന്നത് സർഫാക്കുകയാണ്. മാലി മാറൂഫിനെ സർഫാക്കാൻ പഠിക്കാം, അത് പറഞ്ഞു പഠിക്കുക, അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥങ്ങളും മനസ്സിലാക്കി വെക്കാം. കാല കാല കാലു, കാലത്ത് കാലത്താ കുൽന, കുൽത്ത കുൽത്തുമാ കുൽത്തും, കുൽത്തി കുൽത്തുമാ കുൽത്തുന്ന, കുൽത്തു കുൽന. ഇങ്ങനെ സർഫാക്കി പഠിക്കാം. യക്കൂല് യക്കൂലാനി യക്കൂലൂന, തക്കൂലു തക്കൂലാനി യക്കുൽന, തക്കൂലു തക്കൂലാനി തക്കൂലൂന, തക്കൂലീന തക്കൂലാനി തക്കുൽന, അക്കൂലു നക്കൂലു. ഇനി മാലി മാറൂഫ് ഒന്നും കൂടി സർഫാക്കാം. ബാ ബാ ബാവു, ബാഅത്ത് ബാഅത്ത് ബിഉന, ബിഅത്ത ബിഅത്തുമാ ബിഅത്തും, ബിഅത്തി ബിഅത്തുമാ ബിഅത്തുന്ന, ബിഅത്തു ബിഅന. ഇനി മുളാരിയായ ഫീൽ സർഫാക്കാം. യബിഉ യബി ആനി യബിഉന, തബിഉ തബി ആനി യബിഉന, തബിഉ തബി ആനി തബിഊന, തബിഈന തബി ആനി തബിഉന, അബിഉ നബിഉ. മദ്ദ മദ്ദ മദ്ദു, മദ്ദത്ത് മദ്ദത്ത മദദിന, മദത്ത മദത്തുമാ മദത്തും, മദത്തി മദത്തുമാ മദത്തുന്ന, മദത്തു മദദിന. യമുദ്ദു യമുദാനി യമുദ്ദൂന, തമുദ്ദു തമുദ്ദാനി യംദുദിന, തമുദ്ദു തമുദ്ദാനി തമുദ്ദൂന, തമുദ്ദീന തമുദ്ദാനി തംദുദിന, അമുദ്ദു നമുദ്ദു. ഇതുപോലെ പറഞ്ഞ് പഠിക്കുക. അതിന് പ്രത്യേക എളുപ്പമാർഗമൊന്നുമില്ല, നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ എഴുതി പഠിക്കുക. പരീക്ഷയ്ക്ക് സർഫാക്കാൻ ചോദിക്കും, ചില ഇടയിൽ ചില ഫീലുകൾ വിട്ടുപോയത് പൂരിപ്പിക്കാനുണ്ടാവും. അപ്പോൾ നന്നായിട്ട് സർഫാക്കി പഠിക്കും. ഇനി അതിൻ്റെ അർത്ഥം നോക്കാം. കാല അവനൊരു പുരുഷൻ പറഞ്ഞു, കാല അവർ രണ്ട് പുരുഷന്മാർ പറഞ്ഞു, കാല അവർ പല പുരുഷന്മാർ പറഞ്ഞു, കാലത്ത് അവളൊരു സ്ത്രീ പറഞ്ഞു, കാലത്ത് അവൾ രണ്ട് സ്ത്രീകൾ പറഞ്ഞു, കുൽന അവർ പല സ്ത്രീകൾ പറഞ്ഞു, കുൽത്ത നീ ഒരു പുരുഷൻ പറഞ്ഞു, കുൽത്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ പറഞ്ഞു, കുൽത്തും നിങ്ങൾ പല പുരുഷന്മാർ പറഞ്ഞു, കുൽത്തി നീ ഒരു സ്ത്രീ പറഞ്ഞു, കുൽത്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പറഞ്ഞു, കുൽത്തുന്ന നിങ്ങൾ പല സ്ത്രീകൾ പറഞ്ഞു, കുൽത്തു ഞാൻ പറഞ്ഞു, കുൽന ഞങ്ങൾ പറഞ്ഞു. യക്കൂലു അവനൊരു പുരുഷൻ പറയും, യക്കൂലാനി അവർ രണ്ട് പുരുഷന്മാർ പറയും, യക്കൂലിന് അവർ പല പുരുഷന്മാർ പറയും, തെക്കൂലു അവളൊരു സ്ത്രീ പറയും, തെക്കൂലാനി അവർ രണ്ട് സ്ത്രീകൾ പറയും, യക്കുലിന് അവർ പല സ്ത്രീകളും പറയും. തെക്കൂലു നീ ഒരു പുരുഷൻ പറയും, തെക്കൂലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പറയും, തെക്കൂലൂന നിങ്ങൾ പല പുരുഷന്മാരും പറയും, തെക്കൂലീന നീ ഒരു സ്ത്രീ പറയും, തെക്കൂലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പറയും, തെക്കുൽന നീ നിങ്ങൾ പല സ്ത്രീകൾ പറയും. അക്കൂലു ഞാൻ പറയും, നെക്കൂലു നമ്മൾ പറയും. ബാ അവനൊരു പുരുഷൻ വിറ്റു, ബാ അവർ രണ്ട് പുരുഷന്മാർ വിറ്റു, ബാവോ അവർ പല പുരുഷന്മാർ വിറ്റു, ബാത്ത് അവളൊരു സ്ത്രീ വിറ്റു, ബാത്ത് അവൾ രണ്ട് സ്ത്രീകൾ വിറ്റു, ബിയന അവർ പല സ്ത്രീകൾ വിറ്റു, ബിയത്ത നീ ഒരു പുരുഷൻ വിറ്റു, ബിയത്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ വിറ്റു, ബിയത്തു നിങ്ങൾ പല പുരുഷന്മാർ വിറ്റു, ബിയത്തി നീ ഒരു സ്ത്രീ വിറ്റു, ബിയത്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ വിറ്റു, ബിയത്തുന നിങ്ങൾ പല സ്ത്രീകളും വിറ്റു, ബിയത്തു ഞാൻ വിറ്റു, ബീന ഞങ്ങൾ വിറ്റു. എബിയു അവനൊരു പുരുഷൻ വിൽക്കും, എബി ആനെ അവർ രണ്ട് പുരുഷന്മാർ വിൽക്കും, എബിയോന അവർ പല പുരുഷന്മാർ വിൽക്കും. തെബിയു അവളൊരു സ്ത്രീ വിൽക്കും, തബിയാനെ അവർ രണ്ട് സ്ത്രീകൾ വിൽക്കും, എബിയന അവർ പല സ്ത്രീകളും വിൽക്കും. തബിയു നീ ഒരു പുരുഷൻ വിൽക്കും, തബിയാനെ നിങ്ങൾ രണ്ട് പുരുഷന്മാർ വിൽക്കും, തബിയോന നിങ്ങൾ പല പുരുഷന്മാരും വിൽക്കും. തബിഈന അവിടെ താന്നാണ് വേണ്ടത്, തിബീന തബിഈന നീ ഒരു സ്ത്രീ വിൽക്കും, തബിആനി നിങ്ങൾ രണ്ട് സ്ത്രീകളും വിൽക്കും, തബീന നിങ്ങൾ പല സ്ത്രീകളും വിൽക്കും. അബി ഓ ഞാൻ വിൽക്കും, നബി ഓ ഞങ്ങൾ വിൽക്കും.
മദ്ദ അവനൊരു പുരുഷൻ നീട്ടി, മദ്ദ രണ്ട് പുരുഷന്മാർ നീട്ടി, മദ്ദു നിങ്ങൾ അവർ പല പുരുഷന്മാരും നീട്ടി. മദ്ദത്ത് അവളൊരു സ്ത്രീ നീട്ടി, മദ്ദത്ത അവൾ രണ്ട് സ്ത്രീകൾ നീട്ടി, മദദിന അവർ പല സ്ത്രീകൾ നീട്ടി. മദത്ത നീ ഒരു പുരുഷൻ നീട്ടി, മദത്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ നീട്ടി, മദത്ത് നിങ്ങൾ പല പുരുഷന്മാരും നീട്ടി. മദത്തി നീ ഒരു സ്ത്രീ നീട്ടി, മദത്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ നീട്ടി, മദത്തുന്ന നിങ്ങൾ പല സ്ത്രീകൾ നീട്ടി. മദത്തു ഞാൻ നീട്ടി, മദദിന ഞങ്ങൾ നീട്ടി. യമുദ്ദു അവനൊരു പുരുഷൻ നീട്ടും, യമുദ്ദാനി അവർ രണ്ട് പുരുഷന്മാർ നീട്ടും, യമുദ്ദൂന് അവർ പല പുരുഷന്മാർ നീട്ടും. തമുദ്ദു അവളൊരു സ്ത്രീ നീട്ടും, തമുദ്ദാനി അവർ രണ്ട് സ്ത്രീകൾ നീട്ടും. യംദുദിന അവർ പല സ്ത്രീകളും നീട്ടും. തമുദ്ദു അവൾ ഒരു സ്ത്രീ നീട്ടും. തമുദ്ദാനി തമുദ്ദു നീ ഒരു പുരുഷൻ നീട്ടും, തമുദ്ദാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ നീട്ടും. തമുദ്ദൂന നിങ്ങൾ പല പുരുഷന്മാർ നീട്ടും. തമുദ്ദീന നീ ഒരു സ്ത്രീ നീട്ടിയും, തമുദ്ദീന നീ ഒരു സ്ത്രീ നീട്ടും. തമുദ്ദാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ നീട്ടും. തംദുദിന നിങ്ങൾ പല സ്ത്രീകളും നീട്ടും. അമുദ്ദു ഞാൻ നീട്ടും, നമുദ്ദു ഞങ്ങൾ നീട്ടും, അല്ലെങ്കിൽ നമ്മൾ നീട്ടും. ഇനി നക്തുൽ മജ്ഊല ലിൽ അഫ്ആൽ ആത്തിയ, താഴെ വരുന്ന ഫീലുകളെ മജ്ഊലിലേക്ക് മാറ്റാം. അത് നമ്മൾ പഠിച്ചതാണ്, മഫൂലേക്ക് ഇങ്ങനെ മജ്ഊലിലേക്ക് ഇങ്ങനെ മാറ്റുക എന്നുള്ളത്. ഖറസ എന്ന് പറഞ്ഞ നട്ടു, അതിനെ മജ്ഊലിലേക്ക് മാറ്റുമ്പോൾ ഒരിസ എന്നാണ് അവിടെ എഴുതേണ്ടത്. നടപ്പെട്ടു. ഓല എന്ന് പറഞ്ഞാൽ വറ്റി, അതിൻ്റെ മജ്ഊല അഖീല വറ്റപ്പെട്ടു. യഹ്ലുറു എന്ന് പറഞ്ഞാൽ ഹാജറാകുന്നു, അതിൻ്റെ മജ്ഊല് യഹ്ലുറു ഹാജരാക്കപ്പെടുന്നു. യമുദ്ദു നീട്ടും, അതിൻ്റെ മജ്ഊല് യുമദ്ദു നീട്ടപ്പെടും. ഫറജ എന്ന് പറഞ്ഞാൽ പരിഹരിച്ചു, ഫുരിജ പരിഹരിക്കപ്പെട്ടു. അലക്ക അടച്ചു, അതിന് മജ്ഊല് ഒലിക്ക അടക്കപ്പെട്ടു. യൗഫിറു പൊറത്തു തരുന്നു, പൊറത്തു തരും. യൗഫിറു പൊറുക്കപ്പെടും. അതുപോലെ മസ്സ എന്ന് പറഞ്ഞാൽ അവന് സ്പർശിച്ചു, മുസ്സ സ്പർശിക്കപ്പെട്ടു. യഹ്ബിസു എന്ന് പറഞ്ഞ് തടവിലാക്കും, യഹ്ബസു തടവിലാക്കപ്പെടും. യഖൂലു പറയും, യുഖാലു പറയപ്പെടും. അൽ മഅറൂഫു അൽ മജ്ഊലു. ഇത്രയുമാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ല വിജയം ഇരു ലോകത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.